നമ്മളിന്ന് മുച്ചിലോട്ട് തെയ്യം കാണാൻ വേണ്ടി മാതമംഗലത്ത് പോവുകയാണ്. അപ്പോൾ നമ്മൾ പോയപ്പോൾ തന്നെ വീട്ടിൽ നിന്ന് ഒരു 8 മണിയൊക്കെ കഴിഞ്ഞാണ് പോയത്. ആ സമയത്ത് പോയപ്പോഴും ഇത്രയും തിരക്കാണ് അവിടെ. നമ്മളും തിരക്കിനകത്തോടെ അപ്പോൾ അമ്പലത്തിലോട്ട് നടന്ന് നീങ്ങി. അപ്പോൾ ഇഷ്ടംപോലെ കടകളും ഒക്കെ ഉണ്ട് കേട്ടോ, സാധനങ്ങളൊക്കെ മേടിക്കാൻ. അപ്പോൾ അകത്ത് കയറിയപ്പോൾ ഇതായിരുന്നു അവസ്ഥ. നിറയെ ആളുകൾ വന്നിട്ടുണ്ട് പല സ്ഥലങ്ങളിൽ നിന്ന്. അപ്പോൾ തെയ്യം തൊഴാൻ വേണ്ടിയുള്ള ക്യൂ ആയിരുന്നു ആ കാണുന്നത്. നമുക്ക് പിന്നെ ക്യൂവിൽ നിൽക്കാൻ വേണ്ടി കുഞ്ഞുള്ളതുകൊണ്ട് പറ്റാത്തത് കൊണ്ട് നമ്മൾ പിന്നെ നേരെ അമ്പലത്തിലേക്ക് കയറി അവിടെ തൊഴുതു. അപ്പോൾ എല്ലാവരും മുച്ചിലോട്ട് ഭഗവതി തൊഴാൻ വേണ്ടിയുള്ള ക്യൂ ആയിരുന്നു ആ വലിയത്. നമ്മൾ പിന്നെ അവിടെ കുറച്ച് നേരം നിന്ന് അപ്പുറത്ത് പോയിട്ട് മറ്റ് തെയ്യങ്ങൾ കണ്ട് തൊഴുതു വന്നു. അപ്പോൾ നമ്മൾ പോകുമ്പോഴത്തേക്കും അവിടെ 4 തെയ്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്ന് മുച്ചിലോട്ട് ഭഗവതി, പിന്നെ കുണ്ടൂർ ചാമുണ്ടി, ഗുളികൻ തെയ്യവും വിഷ്ണുമൂർത്തി തെയ്യവും ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടെ ബാക്കി തെയ്യങ്ങളെ കാണാൻ വേണ്ടി അത്രയും തിരക്കില്ലാത്തതുകൊണ്ട് നമ്മൾ പിന്നെ ഇപ്പുറത്തെ ക്യൂവിൽ കൂടെ കയറി അവരെ 3 പേരെയും കണ്ട് തൊഴുതു. മുച്ചിലോട്ട് ഭഗവതി തെയ്യത്തിൻ്റെ ആ ഒരു ലുക്ക്. ഇത് കുണ്ടൂർ ചാമുണ്ടിയും പിന്നെ വിഷ്ണുമൂർത്തി തെയ്യവും ഗുളികൻ തെയ്യവുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരെയും കാണാനും തൊഴാനും ഇഷ്ടംപോലെ ആളുകൾ ദൂരെ നിന്നും അടുത്തു നിന്നും എല്ലാം വന്ന് പൊയ്ക്കൊണ്ടിരിപ്പുണ്ട്. 19 വർഷങ്ങൾക്ക് ശേഷമാണ് മാതമംഗലത്ത് മുച്ചിലോട്ട് പെരുങ്കളിയാട്ടം നടന്നത്. കണ്ണൂർ പയ്യന്നൂരിനടുത്താണ് മാതമംഗലം എന്ന് പറഞ്ഞ ഈ സ്ഥലം. അപ്പം നമ്മളും കയറി ദൂരെ നിന്ന് പ്രാർത്ഥിച്ച് ക്യൂ നിൽക്കാൻ പറ്റാത്തതുകൊണ്ട്, കാരണം അതേപോലെ തിരക്കായിരുന്നു ഉണ്ടായിരുന്നത് 8 മണി കഴിഞ്ഞിട്ടും. അപ്പോൾ കൊച്ചും കൂടെ ഉള്ളതുകൊണ്ട് നമ്മൾ വേഗം തന്നെ എല്ലാ തെയ്യങ്ങളെയും കണ്ട് പ്രാർത്ഥിച്ച് കയറി വന്നു. പിന്നെ നമ്മൾ നേരെ പോയത് ഭക്ഷണപ്പുരയിലേക്കാണ്. അപ്പം ചോറും കറികളും പായസവും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി സദ്യ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിക്കാൻ ഇഷ്ടംപോലെ ആളുകൾ വന്ന് പോകുന്നുണ്ടായിരുന്നു. നല്ല വൃത്തിയായിട്ട് തന്നെ അവിടുത്തെ ചേട്ടന്മാരെല്ലാം അറേഞ്ച് ചെയ്ത് നല്ല ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെ നിന്ന് എല്ലാം നല്ല കാര്യങ്ങളായിട്ട് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഭക്ഷണം കഴിക്കാനും കൈ കഴുകാനും ഒന്നും ഒരു ബുദ്ധിമുട്ടും ആർക്കും ഉണ്ടായിരുന്നില്ല. ഇപ്പം അടുത്ത് വന്നെങ്കിൽ ഫുഡ് പോയ്സൺ അടിച്ച് കുറേ പേർക്ക് ഭക്ഷണത്തിന് പ്രോബ്ലമൊക്കെ ഉണ്ടായി എന്നുള്ള ഇതൊക്കെ കേട്ടു. പക്ഷേ നമ്മളും അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചാണ്, നമുക്കൊരു കുഴപ്പമുണ്ടായിരുന്നില്ല. എന്തായാലും അതെല്ലാം കണ്ട് നമ്മൾ ഇറങ്ങി വെളിയിൽ വന്നപ്പോഴത്തേക്കും നല്ല അടിപൊളി തിരക്ക്. അതിൻ്റെ അകത്തൂടെ നല്ല ലൈറ്റൊക്കെ ഇട്ട് വെളിയിലേക്കുള്ളൊരു പാതയാണിത്. അപ്പോൾ അതിൻ്റെ അകത്തൂടെ കയറി ഇങ്ങനെ പതുക്കെ നടക്കാൻ തുടങ്ങി. അപ്പോൾ നല്ല ദൂരം അതിൻ്റെ അകത്തൂടെ തന്നെയുണ്ട്. അപ്പോൾ എല്ലാവരും വെളിയിലോട്ട് ഇങ്ങനെ നടന്ന് വരുമ്പോഴത്തേക്ക് ഇതുപോലെ കുറേ കുഞ്ഞൻ തെയ്യങ്ങളൊക്കെ ഇരിക്കുന്നത് കണ്ടു. അപ്പോൾ നല്ല രസമായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിങ്ങനെ വിൽക്കുന്നതിനൊക്കെ ആയിട്ടുള്ളൊരു സ്റ്റാളൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ വെളി വന്നപ്പോൾ കണ്ടാണ് ഈ ഒരു ചക്കിലാട്ടുന്നതിൻ്റെ ഒരു പഴയ കാലത്തിൻ്റെ ഒരു ഓർമ്മ. അപ്പോൾ കുറച്ച് നേരം നമ്മളും ഇത് നോക്കി നിന്നു. എന്നിട്ട് വീട്ടിലേക്ക് മടങ്ങി. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ.